എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക്. നമ്മുടെ നമ്പറൊക്കെ പോയി, നമ്പറല്ല ABCD അങ്ങനെ പറഞ്ഞിട്ട് P വരെയുള്ള അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. അക്ഷരങ്ങളിലൂടെയാണ് പോകാൻ പോകുന്നത്. ABCD ആണ്, നമ്പർ അല്ല, ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഇനി ഇതിനകത്ത് ഏത് അക്ഷരത്തിൽ ഏത് ഗെയിമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ തന്നെ അറിയണം. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഓപ്പൺ ആകുന്ന സമയത്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക നിങ്ങൾക്ക് വരുന്ന അക്ഷരം ഏതാണ്. ആ ഗെയിമിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കളിക്കളം പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ ആൻഡ് ടാൽഡോ. മാത്രമല്ല സമ്മാനങ്ങൾ തരുന്നത് കോക്ടെയിൽ പാർക്ക് ദുബായ് തരുന്ന സമ്മാനം ഉണ്ടാവും. അത് ഒരു കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. വലിയ രണ്ടാൾക്ക് പോകാനുള്ള ടിക്കറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ള ആദ്യം തന്നെ പറയാം. 2 വലിയ ആൾക്കാർക്കുള്ള ടിക്കറ്റ്, നമുക്കിപ്പോൾ 2 ചെറിയ കുട്ടികൾക്കുള്ള ടിക്കറ്റ് എടുക്കാം. പക്ഷേ 2 കുട്ടികളുടെ ടിക്കറ്റ് എന്നാൽ വലിയ ആൾക്കാരുടെ ടിക്കറ്റിന് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ആൾക്കാർക്കുള്ള 2 ടിക്കറ്റ് നമ്മൾ സമ്മാനമായിട്ട് തരുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പോകാൻ പറ്റില്ല, വേറെ ആർക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. മാത്രമല്ല മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഷാർജ നൽകുന്ന സമ്മാനമുണ്ട്. അത് ഡൈനിങ് ഡിന്നർ വോച്ചർ സമ്മാനമായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന സമ്മാനം കിട്ടും. ഇത് ഏതെങ്കിലും ഒരു സമ്മാനമായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാവോ. ആൻഡ് ഉജാല ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് കിട്ടും. ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവോ. ഏതാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഏതെങ്കിലും സമ്മാനങ്ങൾ കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമ്മാനങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഷാർജയിലാണ്. എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഷാർജയിലാണ്. ഷാർജയിൽ കുറച്ച് വെള്ളക്കെട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അത് ഇപ്പോൾ ഏകദേശം ഒന്ന് സോൾവായി അങ്ങനെ വരുന്നു. ബാധിക്കപ്പെട്ട പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു, ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം ഒരുപാട് സംഘടനകൾ, ഒരുപാട് കൂട്ടായ്മകൾ, അങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് അതിഭീകരമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ സപ്പോർട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ ഞാനും 1-2 ദിവസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാധിക്കപ്പെട്ട പെടുന്ന ഒരാളാണ്. നമ്മൾ എൻ്റെ വീടിൻ്റെ ആ ഏരിയ അങ്ങനെ ഭയങ്കര വെള്ളക്കെട്ടില്ല. പക്ഷേ നമ്മൾ വണ്ടി വെക്കുന്ന ആ ഏരിയയൊക്കെ ഭയങ്കര കച്ച ഏരിയയാണ്. കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. വണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 3-4 പ്രാവശ്യം 5 പ്രാവശ്യത്തോളം ഞാൻ പോയിട്ട് വണ്ടി ഓരോരിക്കായിട്ട് മാറ്റിയൊക്കെ ഇട്ടിരുന്നു. മഴയത്ത് തന്നെ പോയിട്ട് മഴ സമയത്ത് കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വണ്ടി മാറ്റി മുകളിലോട്ട് കയറ്റി വെച്ചു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഇൻറ്റിമേറ്റ് കൂട്ടുകാരായിട്ടുള്ള 1-2 ആൾക്കാർ ആ സഫീർ മാളിൻ്റെ ആ ഏരിയയിലൊക്കെ താമസിക്കുന്ന നമ്മുടെ ഫ്രണ്ട് മനോജേട്ടൻ, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വീട്ടിൽ ഇതേപോലെ വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് ഇന്നും അവർക്ക് കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ കറണ്ട് വരാണ്ടായപ്പോൾ അവരെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ അജ്മാനിലേക്ക് ആക്കി. അങ്ങനെ അവർ അജ്മാനിലേക്ക് അവർ അച്ഛനും അമ്മേനൊക്കെ കൂട്ടിയിട്ട് പോയി. അങ്ങനെ അവിടെയൊക്കെ ഇപ്പോഴും അത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ട്, ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിലെല്ലാം ശരിയാവും, ഒന്ന് ബാക്ക് ടു നോർമൽ എന്ന രീതിയിൽ തന്നെ. ചെറിയ ഏരിയ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അബുഷഗാറ, അൽ കാസ്മിയ ഏരിയ, അബുഷഗാറ, കിങ് ഫൈസൽ സ്ട്രീറ്റിൻ്റെ ആ ഒരു ഏരിയ, അങ്ങനെ കുറച്ച് ഏരിയകൾ മാത്രമാണ്. റോഡ് ഇപ്പോഴും ഭാഗികമായിട്ട് ചില പ്രദേശങ്ങൾ റോഡ് ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 6:05 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഷോയ്ക്ക് വേണ്ടി ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിവിടെ എത്തിയപ്പോൾ 7:50 ആയിട്ടുണ്ടായിരുന്നു. അത്രയും ട്രാഫിക്സ് ഉണ്ട്. ഇപ്പം ഇന്ന് മാത്രമാണ് അത് കണ്ടത്. ട്രാഫിക് ഭയങ്കരമായിട്ട് ഷാർജയിൽ. കുറച്ച് ഡൈവേർട്ട് അടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി പോലീസ് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് പോലീസിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമിക്കണം. കാരണം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രമാണ് ഒരാൾ റെസ്റ്റ് എടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നവർ. അതുപോലെ തന്നെ ടാങ്കറിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നവർ, അവരാരും അങ്ങനെ റെസ്റ്റ് എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവർ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അന്ന് മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഇങ്ങനെ പൊന്തി വന്ന സമയത്ത് ഞാനൊക്കെ ഓഫീസിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എൻ്റെ ഓഫീസ് അൽക്കുലയ്യ ഏരിയയിലാണ്. അപ്പോൾ ക്ലോക്ക് ടവർ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ആ ഏരിയയിലൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അതിൽ രാവിലെ ഇന്നൊക്കെ ഇന്നും വെള്ളിയാഴ്ചയൊക്കെ പോകുന്ന സമയത്ത് ഓക്കെ ആയി. നമ്മൾ അതിലേക്ക് കൂടി പോയി തുടങ്ങിയിരുന്നു. ഫയർ സ്റ്റേഷൻ ഏരിയ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ക്ലിയറായി. നിങ്ങൾ ആ ഏരിയയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സമയം നമ്മളെ മറ്റു പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് സോണിലേക്ക് മാറിയിട്ട് നമുക്ക് കുറച്ച് കളികളും കുറച്ച് തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. തമാശയാണ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ തീർക്കാൻ, ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ടെൻഷൻ ഫ്രീ കളിക്കളമാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ചോളൂ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ്? ഷർമിന. ഷർമിന, ഇപ്പോൾ നമ്പർ അല്ല, അക്ഷരമാണ്. ഏതക്ഷരം എടുക്കും?
യെസ്, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ പി. എ നമ്പർ അല്ല, അക്ഷരം, ആൽഫബറ്റ് എ. എ ഓപ്പൺ ആയി വരുമ്പോ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു? മധുരം മലയാളം, മലയാളത്തിൽ മാത്രം സംസാരിക്കുക. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ സമയം തുടങ്ങുന്നു. റെഡി ഷർമിന, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവിടെ വെള്ള പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് 1-2 ദിവസം കൊണ്ട്, നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ പോയതോ? അല്ല, ദുബായ് ഏരിയയിലൊക്കെ. അതെ. വേറെ ആരെങ്കിലും ഷാർജയില ഏരിയയിൽ ഫാമിലി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാ ഉള്ളത്? ഉപ്പാന്റെ കൊറേ ആൾക്കാരുണ്ട്. കൊറേ ആൾക്കാരില്ല, ആരാന്ന് പറയാ? കസിൻസ് ആണോ? അതെ. കസിൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഡയറക്റ്റ് കസിൻ ആണോ അതോ എങ്ങനെ വളഞ്ഞ കസിൻ ആണോ? ഉപ്പാന്റെ അനുജന്മാരുണ്ട്, എന്റെ ഉമ്മാന്റെ അനുജന്മാരുണ്ട്. അപ്പൊ അവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ദുബായിലേക്ക് വരുന്നൊന്നും ക്ഷണിച്ചില്ലേ? വിളിച്ചിരുന്നു. എന്നിട്ട് അവര് വരുന്നില്ല എന്ന് പറഞ്ഞോ? അതെന്താ? അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ചെറിയ പ്രശ്നമുള്ളൂ. കറണ്ട് പോയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇല്ല. അപ്പൊ വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് അവിടെ കറണ്ട് പോയിരുന്നോ അന്നത്തെ ദിവസം? ഇല്ല ഇല്ല. അതെ. ഹസ്ബൻഡ് വന്നാ? ഇല്ല, വന്നിട്ടില്ല. ആളിപ്പോ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? പറയാൻ പറ്റുമോ അതിന്റെ പേര്? കമ്പനീന്റെ പേര് ഇംഗ്ലീഷ് ആണോ പറയാൻ പറ്റില്ല, മലയാളമാണോ പറയാ? കമ്പനി ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ? സ്വന്തം ഇതാണോ? അതന്നെ. എന്താ? ഒരു സ്ഥാപനം. അല്ല, എന്തിന്റെ സ്ഥാപനം, എന്തിന്റെ കമ്പനിയാ? വിമാനം. വിമാനം. വിമാനത്തിലാണോ പുള്ളി? അല്ല, ഒരു സ്ഥാപനം. വിമാനത്തിന് എന്ത് സ്ഥാപനം? വിമാനത്തിന്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കമ്പനിയാ? അല്ല. അതിന്റെ മലയാളം. അതിന്റെ മലയാളം ഇല്ലേ? അതിന്റെ ഒരു സ്ഥാപനം. എന്തിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞില്ലല്ലോ. അതിന്റെ ഒരു സ്ഥാപനം. നമുക്ക് കേറാൻ വേണ്ടിട്ട്. കേറാൻ വേണ്ടിട്ട് സ്റ്റെപ്പ് വേണം. അല്ല. സ്റ്റെപ്പ് വേണ്ടേ? അതിനു മുന്നേ വേറൊരു സാധനം എടുക്കണം. അതെന്തിനാ? ഒന്നും എടുക്കണ്ട. പെട്ടി അല്ല. വേറെ എന്തെല്ലോ എടുക്കാനുണ്ട്. എന്താ എടുക്കേണ്ടത്? എന്താ പറയാ, ഒരു സാധനം. ഓക്കെ, കുഴപ്പമില്ല. സമയം കഴിഞ്ഞിട്ടുണ്ട്. അനുമതി പത്രം അല്ലെങ്കിൽ യാത്രാ ചീട്ട് എന്നൊക്കെ പറയാം മലയാളത്തില്. എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും സന്തോഷം. വീണ്ടും വിളിക്കുക. ബൈ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ആൾക്കാർ, ഈ അക്ഷരം തുടങ്ങിയതിൽ ആദ്യത്തെ അക്ഷരമായ എ തന്നെ പോയിട്ടുണ്ട്. എ എന്ന അക്ഷരമാണ് ഇപ്പൊ ആദ്യം ഒരാൾ എടുത്തിരിക്കുന്നത്. മധുരം മലയാളം എന്ന അക്ഷരം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ആ അക്ഷരത്തിലുള്ള മധുരം മലയാളം കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന അക്ഷരങ്ങളിലെല്ലാം ഓരോ ഗെയിംസ് ആണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്പർ എന്ന കാര്യം പറഞ്ഞേക്കുക. ഇപ്പൊ അക്ഷരമാണ്, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഓപ്പൺ ദ നമ്പർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇനി ഓപ്പൺ ദ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ആക്കുന്നതായിരിക്കും. ഏത് അക്ഷരമാണ് നിങ്ങൾ പറയുന്നുണ്ടാവുക? ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. ഇത് മാറ്റിയിട്ട് മലയാള അക്ഷരമാക്കാൻ പറയണം അല്ലേ? നല്ല രസമായിരിക്കും. മലയാളം ക ഖ ഖ ഖ ങ ഛ ഛ ഝ ഛ ഞ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള അക്ഷരങ്ങൾ കാണാനും കേൾക്കാനും ഒരു രസമായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇംഗ്ലീഷ് അക്ഷരമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കറുത്ത കൈകൾ അത് വേറെ ആരുമല്ല, ടോണിയുടെയാണ്. മാത്രമല്ല, എന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് നിരഞ്ജൻ ഇവിടെ സദാസമയം ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്നു. നിരഞ്ജൻ ഇവിടെ ഉണ്ടോ എന്ന്, നിരഞ്ജന്റെ മുഖം എനിക്ക് കാണില്ല, പക്ഷെ നിരഞ്ജന്റെ മുട്ടയിൽ നിന്നുള്ള വെളിച്ചം എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ എൻ്റെ കണ്ണിലേക്ക് വെളിച്ചമായിട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരഞ്ജൻ ഇവിടെ തന്നെ ഉണ്ട്. ക്യാമറ സപ്പോർട്ട് ചെയ്യാനായിട്ട് സച്ചു ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ PCR വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് റാഫി കൂടി ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 04238249 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് ഈ ഗെയിമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്ഷരം എടുക്കുക. ആ അക്ഷരം എന്താണോ വരുന്ന ഗെയിം, ആ ഗെയിം കളിക്കുക. ഹലോ, നമസ്കാരം. ഹലോ. നമസ്കാരം. ആരാ? സുബി. സുബിയോ? ശരിക്കും ഫുൾ നെയിം അതാണോ? സുബി ജോൺ. ഒരു അക്ഷരം പറയൂ. ഇത് BCDEFGHIJK ഇതെല്ലാം അക്ഷരമാണ്. കണ്ടില്ലേ? കഴിഞ്ഞ് കഴിഞ്ഞോ? പിന്നെന്തോ ബി മുതൽ പി വരെ ഉണ്ട്. എന്നാ ബി ഇരിക്കട്ടെ. ബി തന്നെ. ബി. അപ്പൊ ബി ഓപ്പൺ ആയി വരുമ്പോ നമുക്ക് സുബി ജോൺ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകാറില്ലേ? 1, 2 ആണ് വന്നിരിക്കുന്നത് കേട്ടോ. 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുമ്പോ 2 എന്ന് പറയണം, 2 എന്ന് പറയുമ്പോ 3 എന്ന് പറയണം, 3 എന്ന് പറയുമ്പോ 4 എന്ന് പറയണം, 4 എന്ന് പറയുമ്പോ 5 എന്ന് പറയണം.
ഫോർന്ന് പറയുമ്പോ അഞ്ചെന്നോ? ആ, ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്, മലയാളത്തിൽ പറയണം. നെക്സ്റ്റ് നമ്പർ പറയണം. അപ്പൊ ഓക്കെ. ഞാൻ 6 എന്ന് പറയുകയാണെങ്കിൽ 7 എന്ന് പറയണം. ഓക്കെ. ഞാൻ 7 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറയണം. ഓക്കെ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ സുബി സുബന്ധന അത് തന്നെയല്ലേ? സുബി സുബി. സുബി തന്നെ. അപ്പൊ 21. ചേച്ചി ഓക്കെ, 21. 22. 25. 26. 1. 2. അവിടെ ബിനിത ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? ഇല്ലില്ല, അവൾ അപ്പുറത്താ. ഓക്കെ, പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. വേണ്ട, അത് ഫീലിംഗേ ഉള്ളൂ. എന്നാ 4. 4. 5. 6. ഇന്നങ്ങനെ പറയോ. 9. 10. 11. 12. 12. 13. 10. 11. 29. 30. 31. 32. 31. ഇതെല്ലാം വണ്ടി കയറ്റം കയറുന്ന പോലെയാണല്ലോ. 35. 36. 37. 38. 3. 4. 5. 6. 2. എന്താണ് 4. 5. 6. 7. 1. 2. 2. എന്തോ ഇത്. 2. 3. എന്താണ് ഇത്ര സമയം എടുക്കുന്ന? 3. 4. 4. 5. 6. പെട്ടെന്ന് പറയണം. 7. 2. അതിങ്ങനെ 2. 3. 3. 4. ഓക്കെ, ജയിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത് പക്ഷെ ഭയങ്കര ജയമായിട്ടൊന്നും കൂട്ടണ്ട. ഇത് മുന്തിത്തള്ളി വണ്ടി കയറ്റി വിട്ടു പോയ പോലെയാണ്. എന്തായാലും കുഴപ്പമില്ല, ജയിച്ചിട്ടുണ്ട്. അപ്പൊ സുബി എന്തായാലും ജയിച്ചതിൽ സന്തോഷം. അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ ഒരു സന്തോഷം പോലെ. അപ്പൊ എന്തായാലും അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. നമുക്കിനി അക്ഷരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. CD അങ്ങനെയുള്ള ആൽഫബറ്റ് ആണ് ഇന്ന് ബാക്കി നടക്കുന്നത്. എയും ബിയും കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള അക്ഷരങ്ങൾ മാത്രമാണുള്ളത്. അടുത്ത ആളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്? മീരാനന്ദനോ? നിളാനന്ദൻ. നിളാനന്ദൻ. ഏത് അക്ഷരം എടുക്കും? N. ഇതാണ്, ഇങ്ങനെയാണ് പറയേണ്ടത്, അല്ലാണ്ട് ABC എന്നൊക്കെ ആരൊക്കെ പറയും. N ഓപ്പൺ. N ഓപ്പൺ ആവുമ്പോ എന്താണോ ഗെയിം വരുന്നത്? നിളാനന്ദൻ എന്ത് ചെയ്യുന്നു മോളെ? എന്താ ചെയ്യുന്നേ? അല്ല, എന്താ ചെയ്യുന്ന? പഠിക്കാണോ? ആണോ? അപ്പൊ ഇപ്പൊ അന്താക്ഷരിയാ വന്നിരിക്കുന്നത്. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ കളിക്കാൻ? അപ്പൊ ആരാ കളിക്കുക? മോക്കറിയോ? പാട്ടറിയോ? ആരാ പാടുക? നന്ദൻ ഉണ്ടോ അവിടെ? നന്ദൻ, കമോൺ. അമ്മ ചെയ്യും. ഓക്കെ, അമ്മ കൊടുക്കൂ. ഹലോ. ഇപ്പൊ അന്താക്ഷരിയാണ്, അപ്പൊ പാട്ട് മത്സരമാണ്. ഓക്കെ, അപ്പൊ അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അതാണ് പാട്ട്. അപ്പൊ ഞാൻ തുടങ്ങിത്തരാം. തിങ്കളേ പൂത്തിങ്കളേ ഇനിയൊള്ളി കണ്ണെറിയരുതേ. എറിയരുത്. ഞാൻ പെട്ടെന്ന് തീർക്കുന്നു. പൊന്നും പൂവും ചൂടിക്കാം. ചൂടിക്കാൻ ചായോ? ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച പൊന്നാപുരത്തോണിയോ. ദേവിയല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം. തന്നന്നം താനീലാടി മന്ദാര കൊമ്പത്തൊരു ഞാലിലാടി. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ
കഥ പറയാം. പാ. പാട്ടുപാടി ഉറക്കാം I am ഞാൻ trapped. താമരപ്പൂം പൈതലേ. പാ. പായോ? പിന്നെയും പിന്നെയും ആരോകിനാവിന്റെ പടികടന്നെത്തുന്ന പതനിസ്വരം. സാ. എന്താ? സാ സാ സനീഷിന്റെ സാ. ആ സമയമിതാ പൂർവ്വ ഭയങ്കര ബാറ്ററി ഫാമിലി. അമൃതം സായാഹ്നം. സാ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. വാ 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 തമര നീ എൻ പുങ്കരളെ കൂടെ കളിക്കാൻ വാ. വാ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ. വാ. വാർമഴവില്ലേ. ടൈം ഔട്ട്. വാർമഴവില്ലേ എന്ന് പറയുമ്പോഴേക്കും ടൈം ഔട്ട് ആയിപ്പോയി. അതിനെന്താ? അതുകൊണ്ട് തോറ്റുപോയി. അതെങ്ങനെ? അതെനിക്ക് അറിയില്ല. ആ ടൈം തീരുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ആരാണ് ഔട്ട്. ഇത് എനിക്ക് അറിയത്തില്ല. ഇതാണ് അതിന്റെ ഗെയിമിന്റെ സ്പെഷ്യാലിറ്റി. ഇതെനിക്ക് അറിയത്തില്ല. ഞാൻ ഇത്രയും പാട്ട് പാടിയതല്ലേ. ഞാൻ ഇവിടെ ചോദിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ വിന്നർ ലിസ്റ്റിലിടും. കാരണം എനിക്കിത് അറിയാം. പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അല്ല എന്നാ പിന്നെ ഞാനങ്ങ് നീട്ടി പാടിയത്. നീട്ടി അതിന്റെ ഒരു ടെക്നിക്ക് ഉണ്ട് അങ്ങനെ. പക്ഷെ ടെക്നിക്കലി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനത് സെറ്റാക്കും. ഇവിടെ എന്തായാലും പറയും. അറിഞ്ഞില്ല. ഞാൻ ടി വി നോക്കിയപ്പോ അതിനകത്തൊന്നും പറഞ്ഞു. നീലാനന്ദൻ അല്ലേ? നീലാനന്ദന്റെ പേര് ഞാൻ ലക്കി ഡ്രോയിൽ ഇടാൻ പറയാം എന്തായാലും. ഓക്കെ. അപ്പൊ നീലാനന്ദൻ കൂടി ജയിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? 3 പേര് വിളിച്ച് 3 പേരും ജയിച്ച്. ഇത് പിന്നെ ഒരു സങ്കടമൊക്കെ അല്ലേ, മൊത്തം വെള്ളമൊക്കെ പ്രശ്നം, അങ്ങനെയൊക്കെ ഒരു വിഷമത്തിലിരിക്കല്ലേ. എല്ലാരും ജയിച്ചു പോട്ടെ എന്ന് വെച്ച് ഇനി അങ്ങോട്ട് എല്ലാരും ജയിക്കില്ല. ഹലോ, ഏതാ അക്ഷരം? ABN കഴിഞ്ഞു. ഇനി CDEFGHIJKLM K. K എന്ന അക്ഷരം ഓപ്പൺ ആക്കാം. അനുപേട്ടനല്ലേ? വിനോദ്. വിനോദ്. അപ്പൊ വിനോദ് എവിടെയാ? ഷാർജയിലാണോ? അജ്മാൻ. എങ്ങനെയുണ്ട്? വെള്ളം പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആക്കാപ്പയാണ് വന്നിരിക്കുന്നത്. ഏതാ എടുക്കുക? ഞാൻ പറഞ്ഞ വാക്ക് പറയാൻ പാടില്ല അല്ലേ? അല്ലല്ലല്ല, ആ കാ പാ എന്നുള്ള അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിൽ അവസാനം ആദ്യം വരാൻ പാടില്ല. ഇപ്പൊ സപ്പോസ് കാ എന്ന അക്ഷരമാണെങ്കിൽ കാക്ക കീക്ക് കുക്കിർ കം ഖാ വരാൻ പാടില്ല. പാ ആണെങ്കിൽ പാപ്പാ പുപ്പു പിർ പം പ വരാൻ പാടില്ല. ആ ആണെങ്കിൽ ആ അം വരാൻ പാടില്ല. പാ. റെഡി? ടൈം സ്റ്റാർട്ട് നാ. അപ്പൊ അനൂപ് അല്ല വിനോദ് അല്ലേ? വിനോദിന് ടൈം സ്റ്റാർട്ട് ചെയ്ത് ഇനി പാ എന്ന അക്ഷരത്തിന്റെ ഒന്നും വരാൻ പാടില്ല. അതായത് പാപ്പാ പുപ്പു പിർ പം പ ഒന്നും വരാൻ പാടില്ല കേട്ടോ. പ്രാ പോലും വരരുത്. ശരി. എന്താ വിശേഷം? വെള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നാ? അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ആ ഏരിയയിൽ ഉണ്ടായിരുന്നോ? പ്രശ്നം ഉണ്ടായിരുന്നോ? അവിടെ ഒട്ടും ഉണ്ടായില്ല. എത്ര ദിവസമായിരുന്നു ഡ്യൂട്ടിക്ക് പോകാണ്ട്? ഇതെന്തോ ഒരു ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും? എന്നാ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നേ. അങ്ങനെ എന്തോ എവിടെയോ ഒരു പിടുത്തം പോലെ ഉണ്ട് മൊത്തത്തില്. അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? പക്ഷെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ട്. പ്രശ്നമുണ്ടാ? എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കണേ ഇങ്ങനെ. ശരിക്കും ഇല്ല? ഉറപ്പാണല്ലോ? ഓക്കെ. ഫാമിലി ഇവിടെ ഇല്ലേ? എന്താ ചെയ്യണ വൈഫ്? എന്ത് ചിരിക്കണേ? അല്ല, ഒന്ന് വർക്ക് ചെയ്യണില്ലേ? എന്താ വർക്ക് ചെയ്യാത്ത? ചിരിക്കണ? പറയാൻ പേടിയുണ്ടോ എന്തെങ്കിലും? പക്ഷെ എന്തോ പേടിയുള്ള പോലെ ഉണ്ട്. പറ എന്നാലേ. എന്താ ഞാനെന്നല്ല, പുള്ളി ഇല്ല അല്ല ഇല്ല എന്ന് മാത്രം പറയണേ. പറയൂ. എന്നാ വേണ്ടതല്ല. വൈഫ് എന്താ ജോലിക്ക് പോവാത്ത കാരണം എന്താ? കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് കാരണം പറയാനുള്ള വാക്ക് പറഞ്ഞു. മതി. അതെ. നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ?
എനിക്ക് ആ സബ്ജക്ട് പറഞ്ഞിട്ട് പോണതായിട്ട് അറിയാതെ എന്തെങ്കിലും വരും പറഞ്ഞിട്ടാണ് ഞാൻ ചെറിയ ഉറപ്പാണല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചത്. വേറെ കാര്യം പറഞ്ഞു, നിങ്ങൾ 3 ആൾക്കാർ ജയിച്ചിരിക്കുകയാണ്, ഇനി വേറെ ആളെ ഞാൻ ജയിപ്പിക്കില്ല പറഞ്ഞു. ജയിപ്പിക്കില്ലല്ലോ, ജയിച്ചില്ലല്ലോ. നേരത്തെ തന്നെ ഞാൻ വിളിച്ചു. എനിക്ക് ടാർഗറ്റ് നമ്മൾ ഇവിടെ ഗൾഫുകാരെന്ന് പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര സംഭവമാണ്, അറിയാലോ. ഒരു വർഷമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ജയിച്ചിട്ടേ ഇല്ലേ ഇതുവരെ? ജയിച്ചിട്ടുണ്ട് ഒരുപാട്, പക്ഷെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ജയിച്ചിട്ടില്ല. ജയിക്കൂലല്ലോ. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഷോ ചെയ്യുമ്പോ എനിക്ക് പറ്റില്ലല്ലോ, അത് മനസ്സുകൊണ്ട് എനിക്ക് വിഷമുണ്ടാവും. അങ്ങനെ ആരും ജയിക്കാൻ വിടൂല. ഞാൻ ഭയങ്കര ദുഷ്ടനെ പന പോലെ വളർത്തുന്നു, ഞാൻ വളരാൻ വേണ്ടിട്ടാ. വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കുക, അടുത്ത ആളിലേക്ക് പോവാ നമുക്ക്. അങ്ങനെ കേട്ടില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. ദുഷ്ടനായി നോക്കാം, അപ്പൊ പഴം പന പോലെ വളർന്നാലോ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. അനിയത്തിയാണോ? ഓക്കെ, ബിനിത. അപ്പൊ ഏതാ അക്ഷരം എടുക്കുന്നേ? ആയിക്കോട്ടെ. എല്ല്. ആരെങ്കിലും എല്ലൂരാനുണ്ടോ? നോക്കാം, ഇതില് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാലോ. അപ്പൊ അക്ഷരം എൽ ഓപ്പൺ ആക്കാം. എല്ലാം ഓപ്പൺ ആക്കി വന്നപ്പോ 2-1. അടിപൊളി. 2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിന്ന് താഴോട്ട്. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്ന് പറയണം. 20 എന്ന് പറഞ്ഞാൽ 19 എന്ന് പറയണം കേട്ടാ. എന്തായാലും നോക്കും. അങ്ങനെ പറയുന്നത്, ചേച്ചി ജയിച്ചിട്ട് പോയില്ലേ, ഇനിയിപ്പൊ തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ്. നാണക്കേടൊന്നുമില്ല, ഞാൻ ജയിക്കാനൊന്നുമല്ല, നിന്റെ ഒരു രസത്തിന് വിളിക്കുന്നത്. എന്നാ രസത്തിന് നമുക്ക് തോക്കാം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. 33. എത്ര? 33. 32. 30. ഇത് കേൾക്കാത്ത പോലെ അഭിനയിക്കുകയാണോ? അയ്യോ, അല്ല, സത്യമായിട്ടും കേട്ടില്ല. എന്നാ 30. 29. 29. 28. 21. 20. 20. 19. 3. 2. 1. 0. 1. 0. നാളെയാണോ പറയാ? ഇത് ഉത്തരം പെട്ടെന്ന് പറയണം. 4. 3. 4. 3. 2. 1. 1. 0. പെട്ടെന്ന് പറയണം. 29. ഇവിടുന്ന് നിരഞ്ജൻ എന്റെ തലയിൽ കയറി മുട്ടയടിക്കാണ്. 29. 28. 26. 25. 21. 20. 20. 19. 1. 0. 33. 32. 49. 48. 46. 45. 41. 40. 59. 58. 56. 55. 50. 49. 41. 40. 41. 40. 3. 2. 1. 0. 9. 8. 7. ഇവരെല്ലാം പഠിച്ചിട്ടല്ലോ. 7. 6. 5. 4. 29. 28. 29. 28. 4. 3. മതി. ജയിച്ചു. ചേച്ചിയും ജയിച്ചു, അനിയത്തിയും ജയിച്ചു. ഓക്കെ, അപ്പൊ ബിനിത കൂടി ജയിച്ചിരിക്കുകയാണ്. പക്ഷെ എന്താണിത് അങ്ങനെയധികം ഫഹദ് എന്ന് പറഞ്ഞ ചെയ്തോണ്ട് വളരെ മോശം എന്ന് പറയുന്നു നിരഞ്ജൻ. ഹലോ. ഹലോ. റെഡി. നമസ്കാരം. എന്താ പേര്? ദേവാനന്ദ്. ദേവാനന്ദ്. ഏത് അക്ഷരമാണ് ദേവാനന്ദിന് ഇഷ്ടപ്പെട്ട അക്ഷരം? ഏതാ? ഡി. ഡി. ദുബായിയുടെ ഡി അല്ലേ? ദുബായിയുടെ ഡി. ഡി എന്ന് പറയുന്ന പേരിൽ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഒട്ടുമില്ല. എസ് വെച്ചാണോ? എസ് വെച്ചിട്ട് എന്താ ഗേൾ ഫ്രണ്ടിന്റെ പേര്? സെസയോ? എന്താണ്? സെസയോ? അമ്മയോ? എന്ത് പറഞ്ഞത്? എന്താ പേരെന്താണ് പറഞ്ഞത്? സെസ. ഈ ടെസ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സെസ? എനിക്കറിയില്ല. ഓക്കെ, എന്തോ ആട്ടെ. നിന്നിഷ്ടം എന്നിഷ്ടം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം അതെടുക്കാം.
എന്തൊക്കെയുണ്ട്? എന്തെല്ലാം ഉണ്ട്? നല്ല സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയാണ്. ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതെല്ലാം കുറഞ്ഞു, ഇപ്പൊ എല്ലാം ക്ലിയർ ആയി വരുന്നു. ആ പിന്നെ ഗെയിം ഉണ്ടെന്ന് പറ. അങ്ങനെ മധുരം മലയാളം ഉണ്ട്, ആക്കാപ്പി ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, പിന്നെ നമ്മുടെ അന്താക്ഷരി ഉണ്ട്. നിന്നിഷ്ടം എന്നിഷ്ടം, പുള്ളിയുടെ ഇഷ്ടം എന്താണോ അതാണ്. പറയൂ. അതല്ല 1 2 അങ്ങനെ 1 2. ഓക്കെ. പക്ഷെ സമയം എടുത്തു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കുമെന്ന് നിരഞ്ജൻ എന്നോട് പറയുന്നു. നിങ്ങളല്ല എന്നെ. അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് പറയണം കേട്ടാ. റെഡി അല്ലേ? ഓക്കെ, റെഡി. ടൈം സ്റ്റാർട്ട് നൗ. 29 27 മുമ്പോട്ടാണ് പോകേണ്ടത്. 1 2 എന്ന് പറഞ്ഞാൽ മുമ്പോട്ടാണ്. അതോ മറ്റേതാണോ വേണ്ടേ? ബാക്കോട്ടാണോ വേണ്ടേ? മുമ്പോട്ട്. അപ്പൊ 29 31 31 4 6 7 9 11 13 15 17 29. ഈ നമ്പർ ഗെയിം മൊത്തം എടുത്ത് കളയണോ? 29 29 29 30 29 30 എന്ന് പറഞ്ഞ ഔട്ടായി. സ്റ്റെസൈഡത്ത് പറഞ്ഞേക്ക് ഔട്ടായി പോയെന്നട്ടാ. സ്റ്റെസൈഡത്ത് പറഞ്ഞേക്ക് ഔട്ടായിരുന്നു. ഇത് വേറെ ആളാ. ഹലോ ആരാ? എന്റെ പേര് വിനു. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അൽഹംദുലില്ലാ. ഏതെങ്കിലും അക്ഷരം പറ നോക്കട്ടെ. ഏതൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ, ഒന്ന് മാറിക്ക്. സി ഉണ്ട്. എന്നെ മാറ്റിയല്ലേ. സി ഉണ്ട്, തോറ്റു. സി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്. ഇ അല്ലേ? ഇ ഓപ്പൺ ആക്കാൻ കുഴപ്പമില്ല. എന്താ പേര് പറഞ്ഞു? വിനോബ. വിനു 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 എന്നാണോ വിനോദ് എന്നാണോ? എന്താണ്? വിനു എന്ന് മാല. പാട്ടുമാലയാണ്. പാട്ടുമാല. പാട്ടുമാല. അതെങ്ങനെയാണെന്ന് പറയണേ. പറഞ്ഞുതരും. അതായത് നിങ്ങൾക്ക് മൊത്തത്തില് പാട്ടുമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു വാക്ക് തരും. ആദ്യം ആ വാക്കിൽ വരുന്നൊരു പാട്ട് പാടും. മൊത്തം 8 പാട്ട് പാടിയാൽ മതി. ആ വാക്കിൽ പാടിക്കൊണ്ടിരിക്കുമ്പോ ആ പാട്ട് പാടുന്നതിനകത്തുനിന്ന് ഒരു വാക്ക് ഞാൻ എടുത്തിട്ട് വീണ്ടും തരും. അപ്പൊ ഒരു പാട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ എന്ന് പറയുമ്പോ ഞാൻ പറയുന്നു ഞാൻ എന്ന് പറയുന്നു. അതിനകത്തുള്ള ഞാൻ എന്ന വാക്ക് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് പാടാം, ഞാൻ ഒരു പാട്ടു പാടാം. എവിടെയെങ്കിലും വന്നാ മതി ഈ വാക്ക്. മനസ്സിലായോ? ഈ വാക്ക് എവിടെയെങ്കിലും വന്നാ മതി. ട്രൈ ചെയ്ത് നോക്കാലോ. വെറും 8 പാട്ട്. നിരഞ്ജ ഒരു പാട്ട് കുറക്കാൻ പറ്റുമോ? ഒരു 7 പാട്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഒരു അപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അത് അപ്രൂവ് ആവുന്ന നോട്ടെ. 8 പാട്ട് എന്നുള്ളത് 7 ആക്കാൻ പറ്റുമോ? അയ്യോ നിരഞ്ജനെ 9 ആക്കാനാ പറയുന്നത്. എന്താ വേണ്ട? അപ്പൊ 8 ആക്കാട്ടാ. 8 തന്നെ പിടിക്കാം. മഹാദുഷ്ടന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. അങ്ങനെ വളരാനുള്ള പരിപാടിയാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് വാക്ക് ചേർത്തേ. ഫസ്റ്റ് വാക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ സാധനം ക്ഷണിച്ചോളും. നിരഞ്ജൻ നായർ. ചന്ദനം. യെസ്, റെഡി. ടൈം സ്റ്റാർട്ട് നൗ. ചന്ദനം. ചന്ദനത്തിൽ തടഞ്ഞെടുത്തൊരു വയലാർ ചെയ്തു ഇതുപോലെ. പോരെ പാട്. എനിക്ക് വാക്ക് കട്ട് ചെയ്യണ്ടേ, എടുക്കണ്ടേ? ശില്പം. സുന്ദരി. സുന്ദരി. ഒരിക്കലും വരില്ല, ഇറങ്ങി ഓടും സുന്ദരി ഈ പാട്ട് കേട്ട് കഴിഞ്ഞാ. പാട് ബാക്കി പാട്. നാളെയാണ് താലിമംഗളം. താലി. താലിമംഗലത്തിലെ താലി. എത്ര നേരം? 2 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ മതി. 2 മിനിറ്റിനുള്ളിൽ 8 പാട്ട് പാടണം. 2 പാടിയുള്ളൂ. താലി. എനിക്കറിയാം, പാട്ടറിയാം. ഏതാ കേട്ടില്ല. എന്താ മോനെ? കാട്ടിനുള്ളിൽ ഒരു താഴാമ്പൂ കൊട്ടാരം. താഴാമ്പൂ.
അത് കായാമ്പൂവാണ്. നിക്ക് അത് കായാമ്പൂ. അത് അങ്ങനെയല്ല, തായമ്പൂ എന്നാ പറഞ്ഞേ. താഴമ്പൂ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള തണുപ്പല്ലേ, തണുപ്പുള്ള. എത്ര പാട്ടായി? 3, 4ാമത്തെ പാട്ടല്ലേ ഇത്? തണുപ്പുള്ള രാത്രിയിൽ. രാത്രി. രാത്രി മാഞ്ഞു 5 പാട്ടായി. പാട്. രാത്രി മാഞ്ഞു പോയി. രാത്രി മാഞ്ഞു പോയി ശോഭമായി. രക്തശോഭമായി അല്ലേ? 1000. അല്ല, ഞാനൊന്നും വാക്ക് പറഞ്ഞില്ലല്ലോ. രക്തശോഭമായി എന്നല്ലേ പറഞ്ഞേ? 1000 കിനാക്കള്. അത് മതി. ഈ 1000 ആണ്. എന്തെന്നാണ് സംഭവം ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. സ്വന്തമായിട്ട് വേർഡെടുത്ത് സ്വന്തമായിട്ട് അങ്ങ് പാടുകയാണ്. ഏത് എന്നെ കൊണ്ട് പാട്ട് ദുഷ്ട. ഞാൻ പറയട്ടെ ഒരു കാര്യം. ഞാൻ തരുന്ന വാക്കിനാണ് പാടുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തൊരു വാക്ക് കണ്ടുപിടിച്ച് നിങ്ങളങ്ങ് പാടലല്ല. എപ്പോഴേ തോറ്റ്. പക്ഷെ എനിക്ക് മറ്റേ സംഭവം ഇഷ്ടപ്പെട്ടല്ലോ. കായാമ്പൂ എന്നുള്ളത്, തായാമ്പൂ എന്നുള്ള വാക്ക് വയലാറ് പോലും എഴുതൂല അങ്ങനെ. താഴമ്പൂവാണ് കറക്റ്റ് സാധനം കൊണ്ട് തന്നിട്ട് വരെ വേറെ വഴിക്ക് പോയി. എന്തായാലും ഞാൻ സെലക്ട് ചെയ്ത് തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലെന്ന്, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അടുത്ത ദിവസം നമുക്ക് സമയമുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഏടി പോവില്ല. നാളെ ഉണ്ട് രാത്രി 8:30 to 9:30. അടുത്ത ആളേക്ക് വാ. ഹലോ, നമസ്കാരം. ഹലോ, ആരാ? ഹർഷ. ഹായ് ഹർഷക്കുട്ടി. അപ്പൊ നമ്പർ അക്ഷരം പറയൂ. എം. എം 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 ഇവിടെ താഴെയുള്ള എം ഓപ്പൺ ആകുമ്പോ എന്ത് ഗെയിം വരുന്നോ ആ ഗെയിം ആയിരിക്കും കളിക്കേണ്ടി വരും. ഹർഷ, യെസ്. എന്താണ്? കഥയും കഥാപാത്രവും. സിനിമയിലെ ഡയലോഗ് പറയും, അത് ഏത് സിനിമയിലതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജോസപ്പേ, കുട്ടിക്ക് മലയാളം അറിയാം. ഒരു മിനിറ്റ് അല്ല, 2 മിനിറ്റ് ഉണ്ട്. അറിയില്ല. അയ്യോ, അറിയില്ല. ജോസപ്പേ, കുട്ടിക്ക് മലയാളം അറിയാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്. കിട്ടുന്നില്ല? അപ്പൊ സാരമില്ല. ജഗദീഷ് ശ്രീകുമാറാണ് കേട്ടോ. അരം പ്ലസ് അരം കിന്നരം എന്നുള്ള സിനിമയിലുള്ള ഡയലോഗാണ്. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അവിടെ വീട്ടിലൊക്കെ ഓക്കെ ആയോ മോളെ? പോയി അടുത്ത ആളേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? പേരെന്താ? ഷിബു ചേട്ടാ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് നമുക്ക് ഫോണിൽ സംസാരിച്ചൂടെ? ഫുള്ള് കുറച്ചിട്ട് നമ്മൾ പരിപാടി കഴിയുമ്പോ അപ്പൊ തന്നെ വോളിയം കൂട്ടി വെക്കണേ. ഓക്കെ. ഏതാ അക്ഷരം? പി. ലാസ്റ്റ് അക്ഷരം എടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ പിന്നെയും ഇടയിൽ കിടക്കുന്നു. പി എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനകത്ത് എന്താ വന്ന്? പാട്ടുമാല. പാട്ടുമാല ഇപ്പൊ കഴിഞ്ഞില്ലേ? അതേ യുദ്ധം. പാട്ടുമാലയാണ്. അതായത് ഒരു വാക്ക് തരും, പിന്നെ ആ പാട്ട് പാടുന്നു, അതിന്റെ വേറെ വാക്ക് തരുന്നു. അങ്ങനെയാണ്. ഞാൻ തരുന്ന വാക്കിനാണ് പാടേണ്ടത് കേട്ടാ, നിങ്ങളെ വാക്കിനല്ല. എന്റെ വാക്കിന് പാടണം. എന്താണ് പേര്? ഷിബുവേട്ടനല്ലേ? ഓക്കെ. ഷിബുവേട്ടാ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? പാട്ടുകാരനാണോ? എന്നാ മഞ്ഞ് മഞ്ഞ് ടൈം സ്റ്റാർട്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, ഇളം പൂവേ, ഇളം 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 മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. കുളിര്. പറയുന്ന കേട്ടിട്ടാണ് എനിക്ക് കുളിരുന്ന്. കുളിരല്ലേ? കുളിര് തന്നെ. ജയന്റെ പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മതി.
ഈ നിരഞ്ജന സമ്മതിക്കണം കേട്ടാ. ഓ, നിരഞ്ജന ഒരു സംഭവമാണ്, പ്രസ്ഥാനമാണ്. ആ, കുളിരെടുക്കുന്നുണ്ട് നിരഞ്ജന. ടോണി ഈ അക്ഷരൊക്കെ ഉണ്ടാക്കി ടോണി ബ്രില്യന്റ് വർക്ക്. താങ്ക് യു സോ മച്ച്. കുളിരില്ലേ? 2 ആയുള്ളു, നമുക്ക് 8 എത്തിക്കണം. മക്കള് നേരെ ചിരിച്ചു തുടങ്ങി. ഉള്ള കുളിരേ പോയി. എന്താണ് നിരഞ്ജന്റെ പാട്ട്? ഏതാണ്? കുളിരാടുന്നു തീരെ മാനത്ത് എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. കിളി പാടുന്നു തീരത്ത് ചാരത്ത്, അങ്ങനെയൊക്കെ ഉണ്ട്. വരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റി വെക്കും. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും സന്തോഷം. നാട്ടിലെവിടെയാ? കണ്ണൂർ എവിടെ? പയ്യന്നൂർ എവിടെ? പാടിയില്ലേ? പാടിച്ചാല്. ആ, നമ്മുടെ ഈ കണ്ടോത്ത് കഴിഞ്ഞിട്ട് ചെറുപുഴന്റെ അടുത്ത്. ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ശിവചേട്ടൻ അത് വന്ന പോലെ പോയിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു വിജയം നോക്കണ്ട, ഞാൻ പറഞ്ഞില്ല, അത് എനിക്കൊരു സ്റ്റാർട്ടിങ് ചെറിയ ഇതുണ്ടായിരുന്നല്ലോ. ഒന്നാമത് പിന്നെ ഞാൻ പുതിയൊരു സാധനമൊക്കെ കൊണ്ടുവരുമ്പോ ഒന്ന് ജയിപ്പിച്ച് വിടണ്ടേ. ആൾക്കാർ വിചാരിക്കും ജയിക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പോഴും എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അങ്ങനെയല്ല, പക്ഷെ ഞാൻ സ്ട്രിക്റ്റ് ആണ്. ഹലോ നമസ്കാരം. ആരാ? നമസ്കാരം, ശശീന്ദ്രൻ. ശശിയേട്ടാ, അക്ഷരാണ് ഇന്ന് കിടക്കുന്നത്. ഏതാണ് അക്ഷരം? എസ് ഇല്ല ഇതിനകത്ത്. എസ് ഇല്ല. എസ് ശശീന്ദ്രന്റെ എസ് ഇല്ല. അവൻ മനഃപൂർവ്വം ഇല്ലാണ്ടാക്കിയതാ. എന്നാ എച്ച് ആയിക്കോട്ടെ, നോക്കട്ടെ. എച്ചിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഒന്നുമില്ല. എന്നാ എച്ച്. ആ, എച്ചിൽ എന്താണ് കിടക്കുന്നത്? പറയൂ, ഞാൻ നോക്കട്ടെ. ഇത് കഥയും കഥാപാത്രവും. ആ, അതെ. ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയും, അത് ഏത് സിനിമയിലാണെന്ന് കണ്ടുപിടിക്കണം, ആരാണ് പറഞ്ഞതെന്ന്. സിമ്പിൾ ആയിട്ടുള്ള സംഭവം അല്ലേ നിങ്ങൾക്ക്? പറയൂ. ആ, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടുപോടാ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടുപോടാന്ന്. തിലകനല്ലേ? സിനിമയും കൂടി പറയണം. നാടോടി കാറ്റിലാന്ന് തോന്നലൊന്നുമില്ല ഇവിടെ. നാടോടി കാറ്റ് തന്നെ. നാടോടി കാറ്റ് തന്നെ. അതെയാ? എന്നാ പിന്നെ അടുത്തത് കേട്ടെ. ഇനിയുണ്ടോ? 2 ഉണ്ടാവും. ഈ കാണുന്നതും കാണിച്ചതുമല്ല ഒന്നുമല്ല നീ എന്ന് എനിക്കറിയാം, ഇപ്പോഴല്ല മുള്ളംകൊല്ലിയിൽ നീ വന്ന് ഇറങ്ങിയ അന്ന് മുതൽ. ഈ കാണുന്നതും കാണിച്ചതുമല്ല നീ എന്ന് എനിക്കറിയാം, ഇപ്പോഴല്ല മുള്ളംകൊല്ലിയിൽ നീ വന്നിറങ്ങിയ കാലം മുതൽ. മുള്ളംകൊല്ലിയല്ല, മുള്ളംകൊല്ലി. ഈശ്വര കിട്ടല്ലേ, ഇയാള് ജയിക്കല്ലേ. ആ, ആരാ പറഞ്ഞേ? ഞാൻ തന്നെ പറഞ്ഞത്. നടൻ ആരാന്ന്? അതെങ്ങനെയാ അങ്ങനെയാവുക? മോഹൻലാല്. ഉറപ്പിക്കാവോ? ഉറപ്പാണോ? കുറിപ്പിന്റെ ഉറപ്പ്. സിദ്ദിഖ് ഉണ്ടോ ഇവിടെ? അല്ല, മോഹൻലാല് റൈറ്റ് ആൻസർ ആയിപ്പോയി. എനിക്കത് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ക്രോക്കഡൈൽ പാർക്ക് പോയിട്ടില്ലേ? അടിപൊളിയാണ്, ഞാൻ പോയിരുന്നു. അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതായത് 150 ഞാൻ എണ്ണിയിരിക്കുന്നു, അതിന് പിന്നെ എണ്ണിയില്ല. അത് ശരി, അന്ന് പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇപ്പൊ ഈ കിട്ടുന്ന ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റി വെക്കാതെ പോണോന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയില്ലേ? പറയും. ഉറപ്പായിട്ടും പോണ്ടേ? പോണം. കാണാനുണ്ട്. അടിപൊളിയാണ്. എന്തായാലും സന്തോഷം. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അപ്പൊ അബുദാബിയിൽ അങ്ങനെ വെള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കട്ടെ. ഇനി നമ്മളെ കയ്യിലുള്ള അക്ഷരങ്ങൾ ജസ്റ്റ് ഓൺലി CFEE ആണോ? അല്ല, GIJ, അങ്ങനെ 3-4 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. 1, 2, 3, 4, 5 അക്ഷരങ്ങൾ മാത്രം, 6 അക്ഷരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്താ പേര്? നമസ്കാരം ഉണ്ടല്ലോ. പേര്? ജോഷി ചായ. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? നമുക്ക് ആ ടിവിയില് വോളി ഉണ്ടോ? അത് കുറച്ച് കുറക്കും. അല്ല, അപ്പുറത്തെ റൂം പോയാ മതി. കുറച്ചോ? എന്നാ പിന്നെ ഒരു അക്ഷരം പറഞ്ഞോ.
അല്ല ഇപ്പൊ എന്താണ് പരിപാടി? അതായത് ഈ കാണുന്ന അക്ഷരങ്ങളില് ഓപ്പൺ ആവാത്ത അക്ഷരങ്ങളുണ്ടല്ലോ, ഇനിയിപ്പം ബാക്കിയുള്ളത് സി ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്, ഒ ഉണ്ട്. എന്നാ സി ആയിക്കോട്ടെ. എന്നാ പിന്നെ സി തന്നെ ആയിക്കോട്ടെ. സി സി എന്ന അക്ഷരം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ സിയിൽ എന്താണോ ഓപ്പൺ ആയി വരുന്ന ആ ഗെയിം ആയിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക ജോഷിച്ചായൻ, അല്ലേ? പണി തരരുത് പ്ലീസ്. അടിപൊളി ഗെയിമാണ് വന്നിരിക്കുന്നത്. ജോഷിച്ചായ, ഏതാണ്? ഒരു വാക്കും ഒരു ലോഡ് പാട്ടും. എന്താ ഒരു വാക്കും ഒരു ലോഡ് പാട്ടും? ആ അതായത് ഞാനൊരു വാക്ക് തരും, ആ ആ വാക്ക് വരുന്ന ആ വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി, ആ ഒരു 8 പാട്ട് പാടണം, പോയിക്കോണം. ഓ ഓക്കെ. ഒരു വാക്ക് വരുന്ന പാട്ട് പാടണം, പോണം. അത്രേ ഉള്ളൂ. ഒരു വാക്ക്, ആ വാക്ക് ഏതാണോ ആ വാക്ക് വരുന്ന ഒരു 7 പാട്ട് പാടിയാൽ മതി. പോട്ടെ നിരഞ്ജേട്ടാ പ്ലീസ്, ഞാൻ പറയുന്നു പ്ലീസ്. 7 പാട്ട് പാടുക, പോവാ. 2 മിനിറ്റ് സമയം ഉണ്ടാവും. ഓക്കെ. ആ വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. തരട്ടെ? 7 പാട്ട് പാടണോ? 7 പാട്ട് പാടണം ആ വാക്ക് വരുന്നത്. ഈശ്വര. ആ ഓക്കെ. ഇല്ല, അങ്ങനെ ഈശ്വരനെ ഒന്നും വിളിക്കണ്ട, ഇതെല്ലാം നമ്മൾ ഒറ്റക്ക് ചെയ്യാം. നോക്കാം. ആ അപ്പൊ ഞാൻ വാക്ക് തരട്ടെ? ആ ഞാൻ വാക്ക്, ഒരുപാട് പാട്ടുള്ള ഒരു വാക്ക് തരാം. പ്രണയ ആയിക്കോട്ടെ. ആ പാട്. പാടണല്ലേ? പ്രണയവും പ്രേമൊക്കെ പാടാട്ടാ. പ്രണയവും പ്രേമവും പാടാല്ലേ? രണ്ടും പാടാ, കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചു. പ്രണയമഴ. അയ്യയ്യേ, ഇങ്ങനെ പാടുക? അങ്ങനെ പാട്ട് പാടി പോരെ? ഈ പ്രണയമൊന്നും ഉണ്ടാവില്ല പിന്നെ. ശരിക്കും പാട്. പ്രണയമഴ എന്ന് പറഞ്ഞൊരു പാട്ടില്ല. ആ പാട് പാട്. അവിടുന്ന് വൈഫ് പറയുണ്ടാവും പാടരുത് പാടരുത്. എവിടെയെങ്കിലും പ്രേമം വന്നതില്ലേ? മതി. പ്രേമം, പ്രണയം, എന്താണ് പ്രണയം, പ്രേമം ഒക്കെ പാടാം. പാട്. പ്രണയം ഇങ്ങനെയാണോ അത് പാടണം? അല്ല, എനിക്ക് പാടാൻ അറിയത്തില്ല. അറിയും പോലെ പാട്, കുഴപ്പമില്ല. ഒരു 2-3 വരികളെങ്കിലും പറ, എന്നാലേ എനിക്കതൊരു വാക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുടുങ്ങിയില്ല. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അറിയും പോലെ പാടിയാ മതി. നമ്മള് വേറെ ആരും കേൾക്കൂല. ഞാൻ ഇത് പുറത്തു വിടൂല. ഇത് നമ്മൾ മാത്രം കേൾക്കുന്ന പരിപാടിയായിട്ട് കണ്ടാ മതി. പാട് പാട്. പിന്നെ പ്രേമഗംഗ. പ്രേമഗംഗയോ? അല്ലെന്ന് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. പാട്. പിന്നെ ഇല്ലേ, പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ. ആന്നാ? അല്ലെന്ന് അതുണ്ടായിരുന്നു. അത് നിങ്ങൾ പാടി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറെ എന്ത് ചെയ്യാം? ഒരെണ്ണെങ്കിലും നിങ്ങൾ പാട്, എനിക്കൊരു ആഗ്രഹം കൊണ്ടാ. പ്രണയമണിത്തൂവൽ പൊഴിയും അത് പാടി ഓൾറെഡി. അത് പാടിയതുകൊണ്ടാ, ഇല്ലേ നിങ്ങൾ പാടി പൊളിച്ചേനെ. സമയം കഴിയാറായി, അതുകൊണ്ട് ഞാൻ പാടി തന്നെ. അല്ല, എനിക്ക് വേറെ സമയമില്ല. കാരണം ശരിക്കും ഒരിക്കലും അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. സാരമില്ല. പ്രണയമഴ. ഈ മറ്റേ ഇതില്ലേ, എന്താണ് ശരിക്കും അത് നമ്മളല്ലേ പ്രേമത്തും ഇതില്ലേ, എന്താണ് പ്രായം തമ്മിൽ മോഹം നൽകി പ്രേമം തമ്മിൽ നൽകി, അങ്ങനെയൊക്കെ പാടാൻ പറ്റില്ലേ? പിന്നെ പ്രേമവും പ്രണയവും ഒക്കെ എവിടെയെങ്കിലും വന്നാൽ ഞാൻ. സാരമില്ല, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യത്തെ ഗെയിം വരുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വരും, അന്നേരം രക്ഷപ്പെടാം. ഞാൻ കുറച്ച് പ്രണയം ഇട്ട് തന്നത്, പാട്ട് എന്തായാലും പാടണമായിരുന്നു. പിന്നെ ഇല്ലേ, പിന്നെ ഞാൻ വേറെ വാക്കായിരുന്നു തരേണ്ടത്. നമുക്ക് അടുത്ത ആളിൽ പോയി നോക്കാം, അവർക്ക് എന്താണ് അക്ഷരം കിട്ടുന്നത്, എന്താണ് അവർ തിരഞ്ഞെടുക്കുന്ന അക്ഷരം എന്താണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? ഖദീജയാണ്. ഖദീജ, ഒരു അക്ഷരം പറയൂ. ഏതാണ്? ഖദീജന്റെ കെ ഇതിനകത്തില്ല. കെ ഇല്ല. ജി. യെസ്. അപ്പൊ അങ്ങനെ ജി എന്ന അക്ഷരം ഓപ്പൺ ആക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? പെരുന്നാളിന്റെ അവധിയൊക്കെ എവിടേക്കെങ്കിലും പോയോ? കുസൃതി ചോദ്യമാണേ. ഓക്കെ. പക്ഷികൾക്ക്, കാക്കകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അക്ഷരം? അല്ല, എല്ല് മൃഗങ്ങൾക്കാണ്. ഈ അക്ഷരത്തിൽ വന്നിരിക്കും. കാക്കയാണ് കൂടുതലും.
എല്ല് കാക്കൊക്കെ എല്ല് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? കാക്ക ഇല്ല കൊത്തൂലേ? എല്ല് കൊത്തൊന്നുമില്ല. എല്ലിന്റെ മജ വരെ തോണ്ടി തിന്നിട്ട് നിങ്ങൾ പിന്നെ എന്ത് എല്ല് കൊടുക്കാനാ കാക്കക്ക്? നമ്മൾ മലയാളത്തിൽ പറയുമ്പോ അതിങ്ങനെ കൂട്ടിയിട്ട് പറയും അതിനകത്ത്. അക്ഷരല്ലോ രണ്ട്. അതെ, ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലായിട്ടോ. കാക്കിയില്ലേ, കാക്ക, നമ്മളെ നാട്ടിലെ കാക്ക. കാക്ക ഭയങ്കരമായിട്ട് വന്നിരിക്കുന്ന അക്ഷരം കൊമ്പില. എച്ച് എന്ന് പറയുന്നത് സമയം കഴിയലും ഒരുമിച്ചായിരുന്നു. റൈറ്റ് ആൻസർ ആണ് എച്ചിൽ എന്ന് പറയും. പറയില്ല എച്ചിൽ. എവിടെയാ വന്നിരിക്കുക? നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയാ? ഏതക്ഷരത്തിലാ വന്നിരിക്കുക? നീ എവിടെ ഇരിക്കുന്നത്? ഞാൻ എച്ചിൽ എന്ന് പറയുമ്പോ എച്ചിൽ. പക്ഷെ ടൈം ഔട്ട് ആയിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം വേറെ വേറെ വാക്കുകളൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. നമുക്ക് നോക്കാം. യെസ്, ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്? ഗായത്രി. ഗായത്രി. ഗായത്രി പാട്ട് പാടുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ? പാട്ട് പാടാറുണ്ട്. ആരോട് പറയണ്ട. ഇപ്പൊ നമുക്ക് ഏതാ അക്ഷരം നോക്കുന്നത്? എഫ് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്, ഒ ഉണ്ട്. എന്താണെന്ന് നോക്കാം. പല ആൾക്കാർ ഭാരതം എന്ന് പറയുന്ന എഫ് ആണ് വന്നിരിക്കുന്നത്. എഫ് എന്താണ്? പറഞ്ഞത് പറയണ്ട. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തേ ഉള്ളൂ. അറിയാലോ, സിമ്പിൾ ആണ്. അതായത് ഞാൻ ചോദിക്കാണ് നാട്ടിൽ എവിടെയാന്ന് ചോദിക്കുമ്പോൾ നാട്ടിൽ കണ്ണൂർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്ന വാക്ക് റിപ്പീറ്റ് ആണ്. റിപ്പീറ്റ് വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പോൾ ഗായത്രി എന്ത് ചെയ്യുന്നു? ഗായത്രി ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വർക്ക് ചെയ്യുന്നില്ല? ഇല്ല എന്ന വാക്ക് റിപ്പീറ്റ് ആണ്. കുഴപ്പമില്ല എന്നുള്ളതിലും ഇല്ല എന്നുണ്ട്. എന്തായാലും താങ്ക് യു വെരി മച്ച്. വിളിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. നാളെ കാണാം, നാളെ വിളിക്കാം. അപ്പൊ അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? സിൽവി. സിൽവി. ഇനി 2-3 അക്ഷരമേ ഉള്ളൂ. IJO. ജെ എടുക്കട്ടെ. എന്താണ് ജെയിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. എനിക്കറിയില്ല എന്താണ് ജെ വരുന്നത്. ജെയിൽ വരുന്ന അക്ഷരത്തിൽ എന്ത് ഗെയിമാണോ ആ ഗെയിം എടുക്കാം. സെൽവി അല്ലേ? കുസൃതി ചോദ്യമാണ്. ചോദിക്കട്ടെ, കുസൃതി ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. സിമ്പിൾ. കുസൃതി ചോദ്യം പൊതുവെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ചില ആളുകൾ വാഗൊണ്ടും ചില ആളുകൾ കൈകൊണ്ടും ചില ആളുകൾ കാലുകൊണ്ടും ഉപയോഗിക്കുന്ന സാധനം. ചില ആളുകൾ കാലുകൊണ്ടും ചില ആളുകൾ കൈകൊണ്ടും മറ്റു ചില ആളുകൾ, വളരെ കുറച്ച് ആളുകൾ വാഗൊണ്ടും ഉപയോഗിക്കുന്ന സാധനം. മറ്റു ചില ആളുകൾ മാത്രം വാഗൊണ്ടും ഉപയോഗിക്കുന്ന സാധനം. അയ്യോ, കൈകൊണ്ട് കാലുകൊണ്ട് നടക്കുന്നില്ല. അവസാനം വായ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. സാധനത്തിന്റെ പേരാണ്. ഫോണ് വായ കൊണ്ട് ആരും ഉപയോഗിക്കുന്നത്? ഉത്തരം പറഞ്ഞുതരാം. എന്തായാലും വായ കൊണ്ട് എന്നുള്ള ഒരു ഉത്തരം പറഞ്ഞതുകൊണ്ട് ഉത്തരം പറയട്ടെ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്. കാലുകൊണ്ട് ഡ്രൈവർമാർ, ബസ്, കാറ്, ലോറി, ജീപ്പ് അവരൊക്കെ കാലുകൊണ്ടും, ബൈക്ക്, സ്കൂട്ടർ അങ്ങനെയുള്ളവർ കൈകൊണ്ടും, മറ്റ് നമ്മളെ പോലെയുള്ള ആൾക്കാർ ബ്രേക്ക് എന്ന വാക്ക് വായ കൊണ്ടും പറയും. യെസ്, താങ്ക് യു വെരി മച്ച്. എനിക്ക് അങ്ങനെ ഇഷ്ടം. പന പോലെ വളരാനാ. താങ്ക് യു. അടുത്ത ആളിലേക്ക് പോവാം. ഒറ്റൊരു നമ്പർ, 2 നമ്പറുകൾ മാത്രം ബാക്കിയുണ്ട്. ഹലോ, നമസ്കാരം. ആരാണ്? അയ്യോടാ, സമയം കഴിഞ്ഞ അറിഞ്ഞില്ല. ഞാനും ഇന്ന് അറിഞ്ഞില്ല കേട്ടാ. അപ്പോ ഒരു ചെറിയൊരു സംഭവം എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഉത്തരം എഗെയിൻ ഒന്നും കൂടി ഞാൻ പറയണേ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ആർക്കാണ് കോക്ടെയിൽ പാർക്ക് പോകാനുള്ള ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Kadikalam, powered by Time Express Cargo, your perfect cargo partner. Call now 800-2746.
Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ഗ്രീൻ ഒലീവ് ലേഡീസ് സലൂൺ, അൽ കാസ്മിയ, ഷാർജ. പപ്പ ലീവ് കിട്ടിയോ? ഇല്ലടാ മോനെ. മനസ്സറിയാൻ എല്ലാം പറയണമെന്നില്ല. ടൈം എക്സ്പ്രസ് കാർഗോ, യുവർ പെർഫെക്റ്റ് കാർഗോ പാർട്ട്ണർ. A division of M Group. Call toll free 800-2746. Kadikalam. Powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ഗ്രീൻ ഒലീവ് ലേഡീസ് സലൂൺ, അൽ കാസ്മിയ, ഷാർജ. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് എടുക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണ് സമ്മാനം ഓൾറെഡി എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എല്ലാവർക്കും ഉണ്ട് സമ്മാനം. ഇതിൽ ഒരാൾക്ക് മാത്രം ഞാൻ ഏത് സമ്മാനമാണെന്ന് ഇപ്പം പറയും. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സമ്മാനം കിട്ടുന്നതായിരിക്കും. ഈ സമ്മാനം കിട്ടുന്ന ആളിന് വേറെ സമ്മാനം കിട്ടുള്ളൂ. ഈ ഒരു സമ്മാനം മാത്രമേ കിട്ടുള്ളൂ. ഇത് ദുബായ് ക്രോക്കഡൈൽ പാർക്ക് പോകാനുള്ള ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 2 പേർക്കുള്ള കപ്പിൾ എൻട്രി ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. 2 വലിയ ആൾക്കാർക്കുള്ള സമ്മാനം കിട്ടുന്നുണ്ട്. ബിനിത യു ആർ ദ വിന്നർ. അപ്പൊ ബിനിതക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ബിനിത എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 800-8585 വിളിച്ചിട്ട് ഈ സമ്മാനം ബുക്ക് ചെയ്തിട്ട് എപ്പോഴാണെന്ന് വിചാരിച്ചാൽ വന്ന് കളക്ട് ചെയ്തിട്ട് നേരെ ബിനിതയെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുമോ? ഇല്ലല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. യെസ്, അപ്പോൾ ക്രോക്കഡൈൽ പാർക്കിൽ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് 800-8585 വിളിച്ചിട്ട് സമ്മാനം കളക്ട് ചെയ്യുക. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സമ്മാനം കിട്ടുന്നുണ്ടാവും. ആ സമ്മാനം എന്താണെന്ന് അറിയാനായിട്ട് 800-8585 വിളിക്കുക. അതായത് വിളിച്ച് വിൻ ചെയ്ത ആളുകൾക്ക് മാത്രം. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നാളെ ഞാൻ വരുന്നുണ്ടാവും കൃത്യം 8:30 to 9:30. കാണുന്നവരേക്കും ടാറ്റാ ബൈ ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചക്യർ വിത്ത് മീ നിഷാദ് ഖാൻ, നിരഞ്ജൻ, ടോണി ആൻഡ് സച്ചുബായ് ആൻഡ് റാഫി. ഗുഡ് നൈറ്റ്.